നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ഡീപ് ഡൈവിന് പോവുകയാണ്. 1984 ഇറങ്ങിയ ഒരുപാട് പേർക്ക് ഇന്നും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് വിഷയം. നോക്കെത്താ ദൂരത്ത് കണ്ണുന്നട്ട്. അതെ, നോക്കെത്താ ദൂരത്ത് കണ്ണുന്നട്ട്. നിങ്ങൾ തന്ന വിവരങ്ങള്, പിന്നെ കുറച്ച് പഴയ സിനിമാ മാസികകളിലെ ഭാഗങ്ങള്, ലേഖനങ്ങള്, നിങ്ങളുടെ ഓർമ്മക്കുറിപ്പുകള്, ഇതൊക്കെ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരി. ഈ സിനിമ എന്തുകൊണ്ടാണ് ഒരു ക്ലാസിക് ആയത്, എന്താണ് അതിന്റെ ഒരു പ്രത്യേകത, അതൊന്ന് കണ്ടെത്താനാണ് നമ്മുടെ ശ്രമം. തുടങ്ങാം അല്ലേ? തീർച്ചയായും. ഇതൊരു എന്താ പറയാ, ഒരു ക്ലാസിക് ഫീൽ ഗുഡ് സിനിമയാണ്. 80കളിലെ മലയാള സിനിമയില് ഈ വാണിജ്യ സിനിമയും കലാമൂല്യമുള്ള സിനിമയും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരുന്നു. അതിന്റെ നല്ലൊരു ഉദാഹരണമാണിത്. ശരിയാണ്. പിന്നെ ഇതിലെ പ്രമേയം, ഒറ്റപ്പെടല്, പിന്നെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സന്തോഷം, ആ ഒരു മാറ്റം ഹൃദയസ്പർശിയാണ്. കഥ മിക്കവർക്കും ഓർമ്മയുണ്ടാവും. ഭർത്താവും മകനും നഷ്ടപ്പെട്ട കുഞ്ഞുഞ്ഞമ്മ. അതെ, പത്മിനിയുടെ കഥാപാത്രം. അതെ, പത്മിനിയുടെ അവരുടെ ആ ഏകാന്ത ജീവിതത്തിലേക്ക് കൊച്ചുമകൾ ഗേളി, നദിയ മൊയ്തു അവരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈകാരിക ഉണർവ്. ശരിയാണ്. ആ കുട്ടിയുടെ ഒരു എനർജി ആ വീടിനെ തന്നെ മാറ്റുന്നുണ്ട്. ഡോർബൽ ഊരിമാറ്റുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ ഒരു അമ്മയുടെ പ്രതീക്ഷ. അതെ, പ്രതീക്ഷ കൈവിടാത്ത ഒരമ്മ. ചരിത്രപരമായി നോക്കുവാണെങ്കിൽ ഇത് വലിയൊരു വിജയമായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. 1984 ബോക്സ് ഓഫീസിൽ ഒരു തരംഗം തന്നെ ഉണ്ടാക്കി. 200 ദിവസത്തിന് മുകളിൽ ഓടിയെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അതൊരു വലിയ സംഭവം തന്നെയാണ്. വെറും പൈസ വാരിയ പടം എന്നതിനപ്പുറം ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടി. അത് പ്രധാനമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾക്ക്, അതും നല്ല രീതിയിൽ വാണിജ്യ വിജയം നേടാൻ പറ്റും എന്ന് ഈ സിനിമ തെളിയിച്ചു. ശരിയാണ്. അതൊരു മാറ്റത്തിന് തുടക്കമിട്ടു എന്ന് പറയാം. തീർച്ചയായും. പിൽക്കാലത്ത് ഒരുപാട് സിനിമകൾക്ക് അതൊരു പ്രചോദനമായിട്ടുണ്ട്. അഭിനേതാക്കളിലേക്ക് വന്നാല് നദിയ മൊയ്തു ആദ്യ സിനിമയാണ്. അതെ, അരങ്ങേറ്റം. ഒരു മുൻപരിചയവും ഇല്ലാതെ വന്നിട്ട് ശരിക്കും മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടി. ആ ഗേളി എന്ന കഥാപാത്രം, ആ വസ്ത്രധാരണം, ആ സംസാര രീതി അന്നത്തെ ഒരു ടിപ്പിക്കൽ നായികാ സങ്കല്പത്തിൽ നിന്ന് മാറി നിന്നു. വളരെ വ്യത്യസ്തമായിരുന്നു. ബോൾഡായിരുന്നു ആ കഥാപാത്രം. അതുകൊണ്ട് തന്നെ ആവണം മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് കിട്ടിയതും. അതെ, ആ കഥാപാത്രത്തിന്റെ ഒരു പവർ ആയിരുന്നു അത്. അതോടൊപ്പം പത്മിനിയുടെ കാര്യം പറയണം. ഗംഭീര തിരിച്ചുവരവ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വന്നതാണ്. കുഞ്ഞുഞ്ഞമ്മ എന്ന കഥാപാത്രം അവരുടെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് എന്ന് പറയാം. ശരിയാണ്. പിന്നെ മോഹൻലാൽ അന്ന് സിനിമയിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല, 3 വർഷമൊക്കെ ആവുന്നുള്ളൂ. ശ്രീകുമാർ എന്ന കഥാപാത്രം ഫാസിൽ ആദ്യം മറ്റൊരാളെയാണ് ആലോചിച്ചതെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തത് അത് ആ കഥാപാത്രത്തിനും സിനിമയ്ക്കും ശരിക്കും ഒരു ഊർജം കൊടുത്തു. അദ്ദേഹത്തിന്റെ കരിയറിലും അതൊരു പ്രധാന സിനിമയായി. നിസ്സംശയം ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. കഥാപാത്രങ്ങളും അഭിനയവും പോലെ തന്നെ സംഗീതം, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയുമില്ല. ജെറി അമൽദേവിന്റെ പാട്ടുകൾ, പ്രത്യേകിച്ച് 1000 കണ്ണുമായി. 1000 കണ്ണുമായി നിങ്ങളുടെ ആ സംഗീതത്തെക്കുറിച്ചുള്ള നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ടിന് 2 വേർഷൻസ് ഉണ്ട്, സന്തോഷത്തിന്റേതും ദുഃഖത്തിന്റേതും. അതെ, അത് സിനിമയുടെ ആ ഒരു വൈകാരിക തലത്തെ വല്ലാതെ എന്താ പറയാ ഉയർത്തി. ബിച്ചു തിരുമലയുടെ വരികൾ, യേശുദാസ്, ചിത്ര, ഇന്നും ആ കോമ്പിനേഷൻ ക്ലാസിക്. പിന്നെ ജോൺസൺ മാഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതും മറക്കാനാവില്ല. ഒട്ടുമില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ഫാസിലിന്റെ ആ ഒരു സംവിധാന മികവ് കാണാം. തീർച്ചയായും. ആലപ്പുഴയിലെ ലൊക്കേഷൻസ് ഒക്കെ, ആ വീട്, ആ പരിസരം, അതെല്ലാം കഥാപാത്രങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. നിങ്ങൾ പങ്കുവച്ച ഒരു അഭിമുഖത്തിൽ ഫാസിൽ അത് പറയുന്നുമുണ്ട്, ലൊക്കേഷന് എത്ര പ്രാധാന്യമുണ്ടായിരുന്നു എന്ന്. അതെ. പിന്നെ മറ്റൊരു കൗതുകം എന്താണ്? പിന്നീട് മലയാളത്തിലെ ഹിറ്റ് മേക്കേഴ്സായ സിദ്ദിഖ് ലാൽ. ശരിയാണല്ലോ. അവർ ഇതിൽ സഹസംവിധായകരായിരുന്നു. അവരുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. അതൊരു രസകരമായ വിവരമാണ്. ഈ സിനിമയുടെ ഒരു വിജയം കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല എന്നതും ശരിയാണ്. തമിഴിൽ പൂവേ പൂച്ചൂട വാ എന്ന പേരിൽ ഫാസിൽ തന്നെ റീമേക്ക് ചെയ്തു. അതും ഹിറ്റായിരുന്നു. അതെ, വലിയ ഹിറ്റ്. പിന്നെ തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ റീമേക്കുകൾ വന്നു. അപ്പോ ആ കഥയ്ക്കൊരു യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ടായിരുന്നു. തീർച്ചയായും. ഭാഷയുടെ അതിരുകൾക്കപ്പുറം സ്വീകരിക്കപ്പെട്ടു. അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് ഹൃദയത്തിൽ തൊടുന്നൊരു കഥ, പത്മിനി, നദിയ, മോഹൻലാൽ, എല്ലാവരുടെയും നല്ല പ്രകടനം, കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകൾ, ഇതെല്ലാമാണല്ലേ ഈ സിനിമ ഒരു അനുഭവമാക്കുന്നത്? അതെ, അതാണ് അതിന്റെ ഒരു രഹസ്യം. പിന്നെ നദിയ മൊയ്തു, സിദ്ദിഖ് ലാൽ, അങ്ങനെയുള്ള പ്രതിഭകളെ നമുക്ക് തന്ന ഒരു സിനിമ എന്ന നിലയിലും ഇതിന് പ്രാധാന്യമുണ്ട്. ശരിയാണ്. നിങ്ങൾ ഈ സിനിമ വീണ്ടും ഓർത്തപ്പോൾ, അല്ലെങ്കിൽ ഈ വിവരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എന്താണ് ഏറ്റവും ആകർഷകമായി തോന്നിയത്?
കഥാപാത്രങ്ങളാണോ, സംഗീതമാണോ, അതോ ആ ഒരു ഫീലാണോ? അത് നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സിനിമയൊക്കെ ഒരുപാട് മാറിയല്ലേ. ഉം. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ OTT പ്ലാറ്റ്ഫോമുകളുടെ കാലത്ത് ഇതുപോലെ വളരെ ലളിതമായ എന്നാൽ ഇമോഷണലി കണക്റ്റഡ് ആയ കഥകൾക്ക് എത്രത്തോളം സ്ഥാനം കിട്ടും? അതൊരു നല്ല ചോദ്യമാണ്. കാലം എത്ര കഴിഞ്ഞാലും ഇതുപോലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമകൾക്ക് ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഇടമുണ്ടാകുമോ? ഇത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിക്കാവുന്ന കാര്യമാണ്.